S1 alone can do a work in 16 days and S2 alone can do the same work in 80 days. With the help of S3, they finish the same work in 6 days. In how many days S3 alone can do the same work? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് S1 എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 16 ഡേയ്സ് ആണ്, S2 എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 80 ഡേയ്സ് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് S3, അതായത് S1ഉം S2ഉം S3യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് 6 ദിവസം കൊണ്ട് ഫിനിഷ് ആവും. അങ്ങനെയാണെങ്കിൽ S3ക്ക് മാത്രം എത്ര ദിവസം വേണം ഈ വർക്ക് കംപ്ലീറ്റ് ആവാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നിൻ്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ് വരിക? 240 ആണ് വരിക. 240 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 × 16. എഫിഷ്യൻസി S1ൻ്റെത് 15 വരും, 80ൻ്റെത് 3 വരും, 6 ഇത് 40 എന്ന് വരും. 6 4 24, 6 × 40 അല്ലേ? അപ്പം എഫിഷ്യൻസി 15:3:40. അങ്ങനെയാണെങ്കിൽ S3യുടെ മാത്രം എഫിഷ്യൻസി കണ്ടുപിടിച്ചൂടെ? S3ൻ്റെ മാത്രം എഫിഷ്യൻസി എന്ന് പറയുന്നത് 40 - S1 + S2 അല്ലേ? 15 + 18. 40 മൈനസ് എത്രയാണ്? 15 + 3 എന്നത് പറയുന്നത് 18. 40 - 18 22 കിട്ടും. 22 ആണ് S3 എലോൺ എഫിഷ്യൻസി വരുന്നത്. എഫിഷ്യൻസി 22 ആണെന്ന് കിട്ടി. വർക്ക് ടോട്ടൽ എന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്നിൻ്റെയും LCM 240 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് S3ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേയ്സ് എത്രയാണ് വരിക? 240 ഡിവൈഡഡ് ബൈ 22, 120/11 കിട്ടും. 120/11. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദി ഒറിജിനൽ പ്രൈസ് ഓഫ് എ വാച്ച് ഈസ് ₹500 and it is increased by 10%, then decreased by 15%, what is the final price? ഒരു വാച്ചിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് ആദ്യം 10% കൂട്ടി. 10% കൂടുക എന്ന് പറഞ്ഞാൽ 110% കൂട്ടി. പിന്നീട് എന്ത് ചെയ്തു? ആൻഡ് ദെൻ ഡിക്രീസ്ഡ് ബൈ 15%. ഡിക്രീസ്ഡ് ബൈ ആണ്, അപ്പം 85% ആയിരിക്കും. 85/100. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പം ഇതെല്ലാം വെട്ടി ചെറുതാക്കുക. അഞ്ച് 35. പിന്നെ എന്താണ്? 5 × 11 × 17 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ 467.5 എന്നാണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ്? ഇവിടെ നമ്മൾ ബോർഡ് മാസ് തിയറി വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ വരുന്നത് പ്ലസ് അല്ല, ഇവിടെ ഡിവൈഡഡ് ബൈ ആണ്. ക്വസ്റ്റ്യനിൽ ചേഞ്ച് വന്നതാണ്. അപ്പം ഡിവൈഡഡ് ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോർഡ് മാസ് തിയറി വെച്ച് ചെയ്യുമ്പം 289 ഡിവൈഡഡ് ബൈ ആദ്യം ബ്രാക്കറ്റിലുള്ള സോൾവ് ചെയ്യുക. 68/4 ഇൻറ്റു 2 × 6 ആണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു പോർഷനാണ് ആദ്യം ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ. 14 + 2 × 6 12. 12 മൈനസ് എന്താണ് വരിക? 9. ഇത് 12 - 9 എന്ന് പറഞ്ഞാൽ 3 കിട്ടും. 14 + 3 എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ നമുക്ക് എത്ര കിട്ടും? 17 കിട്ടും. 289 ഡിവൈഡഡ് ബൈ 68/4 ഇൻറ്റു 17. 17 × 4 ആണ് 68. 17 × 17 എന്ന് പറയുന്നത് 289 ആണ്. 289 ഡിവൈഡ് ബൈ 289 എന്ന് പറയുന്നത് എന്താണ്? 1. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദി ആവറേജ് മാർക്സ് ഓഫ് എ സ്റ്റുഡൻറ് ഇൻ 6 സബ്ജക്ട്സ് ആർ 75. ഇഫ് ദി സ്റ്റുഡൻറ് സ്കോർസ് 80 in one subject, what will be the total score in the remaining subjects?
ഇവിടെ തന്നിരിക്കുന്നത് 6 സബ്ജക്റ്റിൻ്റെയും കൂടി ആവറേജ് എന്ന് പറയുന്നത് 75 ആണ്. അപ്പം 6 സബ്ജക്റ്റിനും കൂടി ടോട്ടൽ എത്രയാണ് വരിക? 6 × 75 മാർക്സാണ് വരിക. 6 × 75 മാർക്സ്. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് 80 ആണെന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി ടോട്ടൽ സ്കോർ ഇൻ ദ റിമൈനിങ് സബ്ജക്ട്സ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം ടോട്ടൽ സബ്ജക്റ്റിൻ്റെ മാർക്ക് മൈനസ് എന്ത് ചെയ്താൽ മതി? 80 ചെയ്താൽ മതി. $450 - 80 എന്ന് വരും. എത്ര കിട്ടുക? 370. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് 2024 ഫെബ്രുവരി 21 നടന്ന SSC GD എക്സാമിൻ്റെ മാത്തമാറ്റിക്സ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്.